ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് എക്സലിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനായ സം ഇഫിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സം ഇഫ് എന്ന് ഉപയോഗിക്കേണ്ടി വരിക ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ വേണ്ടി. സാധാരണ രീതിയിൽ നമുക്ക് കണ്ടീഷൻ ഒന്നും ഇല്ലാതെ സം കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ വെച്ചിട്ട് ആൾട്ട് ഈക്വൽ ടു പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സം കാണാൻ പറ്റും അല്ലേ. ഈക്വൽ ടു സം എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സം കാണാൻ പറ്റും. ടോട്ടൽ 1795 ആണ് അല്ലേ. ഞാൻ റുപ്പീസിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നമ്മൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഈ ഒരു ഡാറ്റാബേസിൽ നിന്ന് നോർത്ത് റീജിയൻ്റെ സെയിൽ മാത്രം ആണ് നിങ്ങൾക്ക് അറിയേണ്ടത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ സം ഇഫ് എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഞാനത് ഉപയോഗിക്കാൻ നോക്കുന്നു. ഈക്വൽ ടു സം ഇഫ് ഉണ്ട്, ഇഫ്സ് ഉണ്ട്. ഒന്നിലധികം കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ സം ഇഫ്സ് ഉപയോഗിക്കുക. നമുക്കിവിടെ ഒരു കണ്ടീഷനേ ഉള്ളൂ, അഥവാ നോർത്ത് എന്നുള്ള കണ്ടീഷൻ മാത്രമാണ്. ഇനി നിങ്ങൾക്കിപ്പോൾ നോർത്ത് എന്ന റീജിയനിലെ ആപ്പിൾസിൻ്റെ സെയിൽ മാത്രം എന്ന് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സം ഇഫ്സ് ഉപയോഗിക്കേണ്ടി വരും. നമുക്കിവിടെ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? സം ഇഫ് എന്നുള്ളത് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു ഫോർമുലക്ക് 3 ആർഗ്യുമെൻ്റ് ആണ് ഉള്ളത്: റേഞ്ച്, ക്രൈറ്റീരിയ, സം റേഞ്ച്. സോ ഓക്കെ, റേഞ്ചും സം റേഞ്ചും അല്ലേ. 2 റേഞ്ച് ഇവിടെ കാണാൻ പറ്റും, കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ആദ്യത്തെ റേഞ്ച് എന്നുള്ളത് ക്രൈറ്റീരിയ ഏതാണോ അതെവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ റേഞ്ചാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൈറ്റീരിയ നോർത്ത് ആണ്, അപ്പോൾ അതിൻ്റെ റേഞ്ച് കിടക്കുന്നത് എവിടെയാണ്? റീജിയൻ എന്നുള്ള കോളത്തിലാണ്. അപ്പോൾ അതാണ് നമ്മുടെ റേഞ്ച് വരുന്നത്. ഞാൻ എന്ത് ചെയ്തു? റേഞ്ച് സെലക്ട് ചെയ്തു അല്ലേ. ഓക്കെ, കോമ. എന്നിട്ട് ക്രൈറ്റീരിയ ഏതാണ്? നമുക്ക് ഓൾറെഡി ഇവിടെ നോർത്ത് എന്നൊരു സെല്ലിൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് അവിടെ സെല്ല് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ഇൻവേർട്ടർ കോമയിൽ നോർത്ത് എന്ന് എഴുതിയിട്ട് ഡബിൾ ഇൻവേർട്ടർ നമ്മൾ ക്ലോസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, കോമ. സം റേഞ്ച് എന്നുള്ളത് നമ്മൾ ഏതാണ്? ഇതാണ് നമ്മൾ സം റേഞ്ച്. താഴെ ഏറ്റവും ടോട്ടൽ ആവശ്യമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ കണ്ടോ 665 രൂപയുടെ സെയിലാണ് നോർത്ത് റീജിയനിൽ ഉള്ളത് എന്ന് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തത് നോക്കാന്നുള്ളത്, നോർത്ത് റീജിയൻ അല്ലാത്ത എല്ലാ റീജിയൻ്റെയും സെയിലാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സം ഇഫ് എന്നെ ഉപയോഗിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നു? സം ഇഫ് ഉപയോഗിക്കുന്നു. റേഞ്ച് എല്ലാം സെയിം തന്നെയാണ്, റേഞ്ച് ഉപയോഗിക്കുന്നു, റേഞ്ച് കൊടുക്കുന്നു. ക്രൈറ്റീരിയ എന്നുള്ളത് ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? അല്ലേ, നോർത്ത് അല്ലാത്തത് എന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഡബിൾ ഇൻവേർട്ടർ കോമയിൽ ഈ ഒരു സൈൻ ഇട്ടിട്ട്, ഇതാണ് നോട്ട് ഈക്വൽ ടു എന്നതിൻ്റെ സൈൻ. ഓക്കെ, എന്നിട്ട് അതോടുകൂടെ നമ്മൾ സെല്ല് ആംപേഴ്സൻ്റ് ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് കോമ സം റേഞ്ച് കൊടുക്കുന്നു. ഓക്കെ, സം റേഞ്ച് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ 1130 കിട്ടും അല്ലേ. ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സെല്ല് ഈക്വൽ ടു പ്ലസ് ഇത് കൊടുത്താൽ 1795. ഇത് രണ്ടും ലിങ്കാണ്. ഓക്കെ, സോ ഇതാണ് സം ഇഫ് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് സമ്മ് കണ്ടെത്തുന്ന രീതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.